എടാ, ഇനി ഞങ്ങൾ 3 പേര് മാത്രമായിട്ട് ഒരെണ്ണം. ഇനിതാ അവിടെ നിർത്തി ഒരെണ്ണം. ഇവിടെതാ അങ്ങോട്ട് നീങ്ങി നിന്നാ മതി. നല്ല സ്റ്റൈലും ബാക്ക്ഡ്രോപ്പാ. ഇങ്ങോട്ട് നിന്നേ. നല്ല അസല് ലൈറ്റും. ഇവിടെ നിന്ന് പറഞ്ഞ എടുത്താൽ അമ്മയെ കണ്ടാൽ നല്ല ഹലുവ മാതിരി ഇരിക്കും. അതൊന്നും വേണ്ട. നിന്നെ കൊണ്ട് നോക്കുമെങ്കിൽ ആ മരത്തിന്റെ കീഴെ നിർത്തി ഒരെണ്ണം എടുത്തതാ. അയ്യോ അമ്മ, അവിടെ ഷെയ്ഡ് കൂടുതലാ, തെളിച്ചം കിട്ടുകയല്ല. ഓ, അത്രയൊക്കെ തെളിച്ചാൽ മതി. വാ. റെഡി? ഓക്കെ. ഇനി അമ്മയുടെ ഒരു ക്ലോസപ്പ്. ഓ, ഇനിയൊന്നും വേണ്ട. അവിടെ നിന്നേ. അമ്മ എന്തിനാ കരഞ്ഞേ? കരഞ്ഞൊന്നുമല്ല, വെയിലത്ത് നിന്ന ഈയിടെ അങ്ങനെയാ, കണ്ണി വെള്ളം നിറയും. എനിക്കിവിടെ വന്നാൽ അങ്ങനെ. അച്ഛന്റെ പേരാ അമ്മ ഈ മാവിനിട്ടേക്കുന്നത്. ഓഹോ, ഒറ്റയ്ക്കിരിക്കുമ്പോ നിങ്ങളെല്ലാം കാണണമെന്ന് തോന്നും. അപ്പൊ അങ്ങനെ കാണാനാ. അതുകൊണ്ട് ഓരോ മരത്തിനും ഓരോ പേരിട്ടങ്ങ് വിളിക്കും. ആദ്യമൊക്കെ ഞങ്ങൾ 2 പേരും കൂടെ ആയിരുന്നു പേരിട്ടിരുന്നത്. പേരിട്ട് ഒടുവിൽ അദ്ദേഹം അങ്ങ് പോയപ്പോ ഞാൻ ഇതിനാ പേരങ്ങിട്ടു. ഇത് മുറിച്ചാ എന്നെ ചുടേണ്ടത്. നിങ്ങളുടെ 3 പേരുടെയും പേരുള്ള മരങ്ങളുടെ ഇടയിൽ കൂടെ എടുത്ത് ആ പുളിയുടെ തെക്ക് മാറ്റി കുഴിയെടുത്ത് ഇത് മുറിച്ച്, അങ്ങനെയൊക്കെയാ എന്റെ മനസ്സിലെ ആഗ്രഹം. അമ്മയുടെ ആഗ്രഹം പോലെ അതൊക്കെ അങ്ങ് നടക്കും. പക്ഷെ ഓരോ തവണ വരുമ്പോഴും ഇതിങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ബോറാ. നിങ്ങൾക്ക് ഇത് ഓർത്തോണ്ടിരിക്കാൻ എവിടാ സമയം? മറന്നുപോയാലോ? എന്നാലും മരിച്ചു കഴിഞ്ഞ് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് മുമ്പേ കുട്ടി പറഞ്ഞു വെക്കുന്നതാ നല്ലത്. ഭർത്താവായാലും മക്കളായാലും അവരുടെ സൗകര്യത്തിന് വിട്ടുകൊടുത്താൽ അവർക്ക് തോന്നിയ